ഇവിടെ വന്നിരിക്കുക. ഞാൻ എത്ര നേരായി തരയണു. ഇന്ന് അമ്മയെ കാണാനും വന്നില്ലല്ലോ. എന്തേ? ഒന്നുമില്ല. ഇന്നെന്താ ഇങ്ങനെ? എങ്ങനെ? എപ്പോഴും കളിവാക്കുകൾ പറയണ ആള്. രാധ വയ്ക്കോളൂ, ഞാൻ പിന്നെ കാണാം. ശല്യായോ ഞാൻ? ഏയ്, എന്തെങ്കിലും ഇഷ്ടമില്ലായ്മ തോന്നിയ പറയണ കേട്ടോ. വലിയ ആളുകളോട് എങ്ങനെയാ പെരുമാറുക, എന്താ പറയുക എന്നൊന്നും വലിയ നിശ്ചയില്ല. നാളെന്താണെന്ന് പറയൂ. നാളോ? നാളെ അശ്വതി. എന്തിനാ നാളെ? ഭഗവതിക്കൊരു പുഷ്പാഞ്ജലി കഴിക്കാം. ആലോചിച്ച് വിഷമിക്കണ കാര്യം നടക്കണേന്ന് ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തോളാം. ജമാലിക്ക, ആളാരാണെന്ന് പറഞ്ഞാൽ പിടിക്കാം, എന്നിട്ടേ അകത്ത് പോകാൻ പറ്റും. ഓ, ഇതെല്ലാം കൂടി ഇന്ത്യൻ പാർലമെന്റിനെക്കാളും വലിയ കാവലാണല്ലോ പഠിച്ചോനെ. ഞാൻ തിരിച്ചു വരുമ്പോ നമുക്ക് കാണ ചങ്ങാതി. അതൊന്നും നടപ്പില്ല. നിങ്ങൾക്ക് കാണേണ്ട ആളിന് പേരില്ലേ? ആ പേരുണ്ട്, അബ്ദുള്ള. അബ്ദുള്ളയോ? അതാര്? അതല്ലേ, ഏതാണ്ട് അതുപോലെ ഒരു പേരാണ്. എന്താണ് എന്റെ നാവിന്റെ മുമ്പത്തെ തിരിഞ്ഞിട്ടുണ്ട്. അതാ ഇയാളാണ്. ഹാ, ഇദ്ദേഹമാണോ? അതിന് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇരിക്കങ്ങനെ വലിയ മറവിയാ. എന്താ ശങ്കുണ്ണിയാരെ? ഈ ശങ്കുണ്ണിയാരെ എപ്പോഴും ഇങ്ങനെ എന്റെ പേരങ്ങോട്ട് മറക്കുക. ശങ്കുണ്ണിയാര്? അതാരാ? പറയാം, വന്നേ. എന്റെ പൊന്ന് ജമാലിക്ക, ഒരു ഇത്തിരി ബുദ്ധിയൊക്കെ വേണ്ടേ? നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞല്ലേ അനന്തൻ നമ്പൂതിരിന്ന്? ആ, നമ്പൂരി ആളാകെ മിനുങ്ങിക്കണല്ലോ. ആ, ഇത് ഒടുക്കത്തെ മിനുക്കാണ്. എന്ത് പറ്റി? കുഴഞ്ഞോ? കുഴഞ്ഞ് കൂഴ ചക്ക പോലായി. നമുക്ക് സംസാരിക്കാം. ആദ്യം നിങ്ങൾ പുറത്തൊരു മുറിയടുക്കി. എന്റെ അപ്പൊ എനിക്ക് കൊട്ടാരത്തിൽ താമസിച്ചൂടെ? ഇങ്ങോട്ട് വന്നാ മതി, നിങ്ങളുടെ ഈ ഹലാക്കിലെ ഭാഷയും കൊണ്ട്. നിങ്ങൾ സബൂറാക്കി ഒക്കെ സലാമത്താവും. ഇങ്ങനെ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാവില്ല? എന്നാ വരി, നടക്കി. അങ്ങോട്ടല്ല, അങ്ങോട്ട് പോയി. നടന്നേ. ഇതിപ്പം വലിയ പുലിവാലായല്ലോ എന്റെ അബ്ദു. നമ്മൾ വിചാരിച്ച പോലെ പാവങ്ങളൊന്നുമല്ല ഇവിടുത്തെ തമ്പ്രാക്കന്മാര്. ഒരു തന്തയുണ്ട്, ശകുനി. കണ്ണില്ലെങ്കിലും 1000 കണ്ണ. ചരടുവലി മുഴുവനും ആ കടൽ കിഴവന. ഇന്നാളൊരു ദിവസം ആ കിഴവൻ എന്നോട് രൂപമ പറഞ്ഞു. എനിക്കപ്പ അതിന്റെ അർത്ഥം പിടികിട്ടില്ല. ആലോചിച്ച് നോക്കിയപ്പോഴാ സംഗതി മനസ്സിലായത്. അതെന്താണ്? ശിഖണ്ഡിയെ